മനുഷ്യർക്കെതിരെ കമൻസ് ഇടാൻ ഡെയിലി 500 രൂപ. എങ്ങനെയുണ്ട്? നാർത്തരം ചെയ്യരുത്, അത്രേ പറയാനുള്ളൂ. അപ്പാനി ശരത്ത് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ആദ്യം ഓടി വരിക അങ്കമാലി ഡെറസിലെ അപ്പാനി രവിയെ പറ്റിയായിരിക്കും അല്ലേ. അപ്പാനി ശരത്ത് എന്ന വ്യക്തിയെ പറ്റി സംസാരിക്കുന്നതിനേക്കാൾ ഉപരി പുള്ളി നേരിട്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ ബുള്ളിങ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹേറ്റ് ക്യാമ്പയിൻസ് അത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഏതെങ്കിലും രീതിയിൽ നെഗറ്റിവിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. റീസെൻ്റ്ലി അദ്ദേഹത്തിൻ്റെ അച്ഛനെ പറ്റിയിട്ടൊക്കെ അതിനകത്ത് സംസാരിച്ചിരുന്നു. കുറേ പോസ്റ്റേഴ്സ് ഞാൻ കണ്ടു. അവൻ്റെ തന്ത ഏതാന്നൊക്കെയുള്ള രീതിയിൽ വൈഫിനെതിരെ, വൈഫ് ഗർഭിണിയാണ് 3 മാസം, ആ ഫാമിലിക്കെതിരെയൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ക്യാമ്പയിൻസ് ഞാൻ കണ്ടു. ഇതൊക്കെ പടച്ചു വിടുന്നത് ആരാണെങ്കിലും നല്ലതിനല്ല. നിങ്ങൾക്ക് PR ചെയ്യാം, PR ചെയ്യണ്ടെന്നല്ല പറയുന്നത്. നിങ്ങൾ എന്തിനാണ് വേറൊരു കണ്ടസ്റ്റൻറ്റിനെ നെഗടിച്ചുകൊണ്ട് PR ചെയ്യുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടസ്റ്റൻറ്റിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്ത് ചെയ്യൂ, നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്യൂ, അത് കാണാൻ ആൾക്കാരുണ്ടല്ലോ. എന്തിനാണ് ചില കാര്യങ്ങളൊക്കെ കേൾക്കണം, ചില കമൻസൊക്കെ, അതായത് അപ്പാനി ശരത്തിനെതിരെ കമൻസ് ഇടാൻ ഡെയിലി 500 രൂപ. എങ്ങനെയുണ്ട്? ഞാനിതൊന്നും ചുമ്മാ പറയുന്നതല്ല, തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ആകെ ശരത്തേട്ടൻ്റെ ഗെയിമിനെ പറ്റി എനിക്ക് ചെറിയൊരു അഭിപ്രായമുള്ളത് അക്ബറിൻ്റെ ഒക്കെ കൂടെ ഒരു ഗ്രൂപ്പിസം കളിക്കുന്നത് മാത്രമാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളൊരു നെഗൽ. അല്ലാതെ ശരത്ത് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് നന്നായിട്ട് അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. വഴക്കിടേണ്ടടുത്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുന്നുണ്ട്. അത് പോരാതെ എത്രയോ തവണ അദ്ദേഹം ഭയങ്കര ഇമോഷണലായി കണ്ടിട്ടുണ്ട് നമ്മൾ. ദേഷ്യം മാത്രമല്ല അദ്ദേഹത്തിനുള്ളത്, ഇമോഷണലി സംസാരിക്കുന്നുണ്ട്, കൂടെയുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇതൊന്നും ആരും കാണുന്നില്ല. എന്തെങ്കിലും ചെറിയ നെഗറ്റീവ് പറഞ്ഞാൽ അതും എടുത്ത് പൊക്കി ഭയങ്കര അത് ചെയ്യണ്ടെന്നല്ല. പക്ഷെ എന്തിനാണ് ഈ വീട്ടിലിരിക്കുന്നവരെയും സുഹൃത്തുക്കളെയും അമ്മയും അച്ഛനെയൊക്കെ എന്തിനാണ് പറയുന്നത്? എന്തൊക്കെ പറഞ്ഞാലും ഇതിലൊരാളെ വിന്നാവത്തുള്ളൂ. അതിപ്പോൾ ശരത്തേട്ടനായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളായിക്കോട്ടെ, നോ പ്രോബ്ലം, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ മറ്റുള്ള പിയേഴ്സ് ചെയ്യുന്ന പരിപാടി വൻ ചട്ടത്തരാണ്. ചെയ്യരുത്, നാർത്തരം ചെയ്യരുത്, അത്രേ പറയാനുള്ളൂ. കാര്യം എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ബിഗ് ബോസിലുണ്ട്. ഞാൻ അവരെ പറ്റി ഒന്നും സംസാരിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അവർക്കാർക്കും ഇത്രയും നെഗറ്റിവിറ്റി പുറത്തില്ല. അത് ഒരാൾ ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ് ആണെങ്കിൽ അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അങ്ങനെയല്ല സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്യരുത്. ഇത് ചെയ്യുന്നവരോടായിട്ട് പറയാണ്, ചെയ്യരുത്, നല്ലതല്ല. നിങ്ങളുടെ അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് നിങ്ങൾക്ക് പൈസ തരുന്നത് വേറൊരു കണ്ടസ്റ്റൻറ്റിന് അടിച്ച് താത്തിയിട്ട് അവരെ കയറ്റിക്കൊണ്ടുവരാനല്ല. അത് ആദ്യം മനസ്സിലാക്കുക. PR ചെയ്യുന്നവരോടാണ് പറയുന്നത്. നിങ്ങളുടെ കണ്ടസ്റ്റൻറ്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എടുത്ത് സപ്പോർട്ട് ചെയ്തോ. നിങ്ങൾ എന്തിനാണ് വാക്കുകൾ വളച്ചൊടിച്ച് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരെ കുത്തിപ്പറഞ്ഞ്, ഭാര്യയെ മോശമാക്കി പറഞ്ഞ്, അച്ഛനെ മോശമാക്കി പറഞ്ഞ്, അങ്ങനെയൊക്കെ എന്തിനാണ് ഒരാളെ നശിപ്പിച്ച് കളയുന്നത്? ഞാനിതിന് സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ കട്ടയ്ക്ക് ശരത്തേട്ടന് വോട്ട് ചെയ്യും. പറ്റുന്നവരൊക്കെ വോട്ട് ചെയ്യുക കേട്ടോ. എന്തൊക്കെ സംഭവിച്ചാലും ഒരാൾക്കേ കപ്പ് കിട്ടുള്ളൂ. അത് നേരും നിറയോടെ നേടിയെടുക്കുന്നേ, അല്ലാതെ ചുമ്മാ. ഇതിൽ കൂടുതൽ എനിക്ക് നല്ല വാക്കിൽ പറയാൻ അറിയില്ല. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക.